ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യൂമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റായ നടന്നു നടന്ന് പിന്നെ പറന്നു പറന്ന് എന്നുള്ളതിലെ ആദ്യത്തെ പാഠമാണ്. ഇടുക്കിയുടെ താജ്മഹൽ എന്നൊരു കഥയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ STD 5-2024 എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി മലയാളത്തിൻ്റെ മാത്രം വീഡിയോസ് മതിയെങ്കിൽ STD 5 മലയാളം എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇടുക്കിയുടെ താജ്മഹൽ. വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതിരപ്പുഴയുടെ തീരത്തായിരുന്നു രാജൻ്റെയും ഭാര്യയുടെയും വീട്. അവർക്ക് 2 മക്കൾ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും 5ൽ പഠിക്കുന്ന അമ്മുവും. ഒരു ദിവസം സന്ധ്യയ്ക്ക് പണി കഴിഞ്ഞു വന്ന രാജനോട് അഖിൽ ചോദിച്ചു, അച്ഛാ, ഈ താജ്മഹൽ എവിടെയാണ്? രാജന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അറിയാത്തത് അറിയില്ലെന്ന് തന്നെയാണ് കുട്ടികളോട് പറയേണ്ടത് എന്നയാൾ മനസ്സിലാക്കിയിരുന്നു. അച്ഛന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മോനെ, പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു തരാം. സംശയം തീർക്കാൻ പുസ്തകങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ആരോടൊക്കെയോ ചോദിച്ച് മനസ്സിലാക്കി രാജൻ പറഞ്ഞു കൊടുത്തു, ആഗ്ര എന്ന സ്ഥലത്താണ് താജ്മഹൽ. അച്ഛാ, എനിക്ക് താജ്മഹൽ കാണണം. ഞങ്ങളെ ഒരു ദിവസം അവിടെ കൊണ്ടുപോകാമോ? രാജൻ വളരെ നേരം ആലോചിച്ചു. ഇന്ത്യയുടെ ഏതോ ഒരറ്റത്താണ് ആഗ്ര. അവിടെ വരെ പോകാൻ ആയിരക്കണക്കിന് രൂപ വേണം, അറിയണം. തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തുള്ള പരിചയവും വേണം. വെള്ളത്തൂവൽ പോലൊരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾക്ക് ഒരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയുകയില്ലെന്ന് അയാൾക്ക് തോന്നി. ഇടുക്കി ജില്ലയിലെ മനോഹരമായൊരു ഗ്രാമമാണ് വെള്ളത്തൂവൽ. ചുറ്റും ധാരാളം പച്ചമലകൾ തലപൊക്കിയ മനോഹരമായൊരു താഴ്വരയിലാണ് ആ പ്രദേശം. റബ്ബറും തെങ്ങും കമുകും നെല്ലുമായിരുന്നു മിക്കവരുടെയും കൃഷി. ചിലരൊക്കെ ഏലവും കുരുമുളകും ഗ്രാമ്പുവും നട്ടുണ്ടാക്കി. അങ്ങനെ കൃഷി ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിൽ ജോലിയെടുക്കാനും ധാരാളം ആളുകളുണ്ടായിരുന്നു. അത്തരത്തിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സാധാരണക്കാരനായിരുന്നു രാജൻ. അച്ഛനിൽ നിന്നും മറുപടി കിട്ടാതെ വന്നപ്പോൾ അഖിൽ പിന്നെയും ചോദിച്ചു, അടുത്ത വെക്കേഷന് അച്ഛൻ ഞങ്ങളെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകുമോ? അവനെ സമാധാനിപ്പിക്കാനായി രാജൻ പറഞ്ഞു, നന്നായി പഠിച്ച വേനൽപ്പൂട്ടിന് നമ്മൾ താജ്മഹൽ കാണാൻ പോകും. അമ്മ കൂടി ഉറപ്പു പറയുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ശരിക്കും ഒരു സന്തോഷമുണ്ടാവുക. അഖിൽ അമ്മയോട് ചോദിച്ചു, അച്ഛൻ കൊണ്ടുപോകുമോ അമ്മേ? അവർക്ക് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നില്ല. എങ്കിലും മകനെ സമാധാനിപ്പിക്കാനായി അവർ പറഞ്ഞു, അച്ഛൻ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും. സ്കൂൾ അടയ്ക്കട്ടെ. അഖിലിന് സന്തോഷമായി. അവൻ താജ്മഹലിനെ സ്വപ്നം കാണാൻ തുടങ്ങി. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം താജ്മഹലിൻ്റെ ചിത്രങ്ങൾ സമ്പാദിച്ചു. ഷാജഹാന്റെയും ഭാര്യ മുംതാസ് മഹലിൻ്റെയും കഥകൾ അവൻ ശേഖരിക്കുകയും സ്കൂൾ വിട്ടുവന്ന് അമ്മയോടും അനിയത്തിയോടും അതൊക്കെ വർണ്ണിച്ചു പറയുകയും ചെയ്തു. വേനലവധിക്ക് വിനോദയാത്ര പോകുന്ന കാര്യം സ്കൂളിലെ കൂട്ടുകാരോട് പറയാനും അഖിൽ മറന്നില്ല. ഞങ്ങൾ താജ്മഹൽ കാണാൻ പോകൂലോ? കൂട്ടുകാരിൽ ചിലർ വിശ്വസിച്ചു. കുറേ പേർ അവിശ്വസിക്കുകയും ചെയ്തു. ദിവസങ്ങൾ ഓടിപ്പോയി. അങ്ങനെ മാർച്ച് അവസാനമായി. സ്കൂൾ അടച്ചു. പിറ്റേ ദിവസം രാവിലെ അഖിൽ അച്ഛനോട് ചോദിച്ചു, എപ്പോഴാ അച്ഛാ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത്? രാജൻ ഞെട്ടിപ്പോയി. ഇത്രയും കാലം കൊണ്ട് അവൻ അക്കാര്യം മറന്നിട്ടുണ്ടാവുമെന്നാണ് സാധുവായ ഏതൊരു പിതാവിനെയും പോലെ രാജനും വിചാരിച്ചിരുന്നത്. വാസ്തവത്തിൽ മക്കളോട് വാക്കു പറഞ്ഞത് രാജൻ ഇടയ്ക്കിടെ ഓർമ്മിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഒരു കൂലിവേലക്കാരൻ്റെ സ്വപ്നത്തിന് പോലും താങ്ങാനാവാത്തതായിരുന്നു താജ്മഹൽ യാത്ര. ഉള്ളത് തുറന്നു പറയുകയാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി. മോനെ, അവിടെ വരെ പോയി വരാൻ ഒരുപാട് കാശ് വേണം. ഇക്കൊല്ലം നമുക്കതിന് കഴിയുമോ എന്നറിയില്ല. അടുത്ത വർഷം എന്തായാലും. അഖിൽ മറുത്തൊന്നും പറഞ്ഞില്ല. അച്ഛൻ്റെ കയ്യിൽ കാശില്ല. കാശുണ്ടെങ്കിൽ യാത്ര പോകുമായിരുന്നു. ചിലപ്പോൾ നാട്ടിൽ പണികൾ വല്ലാതെ കുറയും. അപ്പോൾ വലിയ കഷ്ടമാവും. അച്ഛനും അമ്മയും അതൊക്കെ സങ്കടത്തോടെ പറയാറുണ്ട്. അഖിലും അമ്മുവും അതെല്ലാം കേൾക്കുന്നതാണ്. യാത്ര അടുത്ത കൊല്ലമാവാം, അവർ കരുതി. അഖിലും അമ്മുവും താജ്മഹലിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളും ധാരാളം ചിത്രങ്ങളും ശേഖരിച്ചിരുന്നു. ഇരുവരും ചേർന്ന് മനോഹരമായ ഒരു ആൽബവും ഉണ്ടാക്കി. രാജനും ഭാര്യയും സങ്കടത്തോടെ അത് നോക്കി. താജ്മഹൽ കാണാൻ അവർക്കും വലിയ മോഹം തോന്നി തുടങ്ങിയിരുന്നു. ഒടുക്കം രാജൻ കുട്ടികളോട് പറഞ്ഞു, അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ ഇത്രയും വലിയൊരു യാത്രയ്ക്ക് കൊണ്ടുപോകാനൊന്നും കഴിയില്ല. അതിനാൽ അഖിലും അമ്മുവും വാശി പിടിച്ച് കരഞ്ഞില്ല. എങ്കിലും 2 പേർക്കും ഉള്ളിൽ നല്ല വേദന ഉണ്ടായിരുന്നു. മക്കളുടെ വേദന രാജന് മനസ്സിലായി. മക്കളെ കൂട്ടി ഏതെങ്കിലും ഒരിടത്തേക്ക് എത്രയും പെട്ടെന്നൊരു യാത്ര പോകുന്നതിനെ കുറിച്ച് അയാൾ ആലോചിച്ചു കൊണ്ടിരുന്നു. ഒരു ദിവസം രാജൻ മക്കളോട് പറഞ്ഞു, അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു. നമ്മുടെ ജില്ലയിൽ താജ്മഹലോ? അവർ അത്ഭുതപ്പെട്ടു. രാജൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. പിറ്റേന്ന് അവർ പുറപ്പെട്ടു. വെള്ളത്തൂവലിൽ നിന്ന് ബസ് കയറി. 2-3 ബസ്സുകൾ മാറിക്കയറി ഒരു ചെറിയ പട്ടണത്തിലെത്തി. കുട്ടികൾ ചുറ്റിനും നോക്കി. കുറച്ചു മാത്രം കടകളും ആളുകളുമുള്ള ഒരു ചെറിയ കവല. അമ്മയുടെ മുഖത്തൊരു ചെറിയ മന്ദഹാസം വിരിയുന്നത് അവർ കണ്ടു.
രാജൻ അവരുടെ കൈപിടിച്ച് കുറച്ചു ദൂരം നടന്നിട്ട് കൈ ചൂണ്ടി. നോക്കൂ, ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ. കുട്ടികൾ വിസ്മയിച്ചുപോയി. അവരുടെ മുന്നിൽ ഇടുക്കി അണക്കെട്ട് ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുകയായിരുന്നു. അമ്മേ, ഇത് ഇടുക്കി അണക്കെട്ടല്ലേ? അമ്മ പുഞ്ചിരി തൂകി. അഖിൽ അങ്ങോട്ട് ഓടാനാഞ്ഞു. രാജൻ അവനെ പിടിച്ചു നിർത്തി. അവർ നടന്ന് അണക്കെട്ടിന് മുകൾ ഭാഗമെത്തി. പാറ വെട്ടിയുണ്ടാക്കിയ ഒരു പാതയാണ് അവരെ അവിടേക്ക് നയിച്ചത്. പാറയിൽ നിന്ന് ഉറവ വെള്ളം ഒഴുകുന്നുണ്ട്. നല്ല തണുപ്പുള്ള ചില്ലുവെള്ളം. വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. 2 കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി. ശാപം മൂലം കരിമ്പാറ മലകളായി ഉറഞ്ഞുപോയ ആദിമ നിവാസികളായ കുറത്തിയും കുറവനുമാണത്രേ അത്. അഖിലൊന്ന് കൂക്കി വിളിച്ചു. അപ്പോൾ അകലെ നിന്ന് മറുകൂക്ക് കേട്ടു. കുറവനും കുറത്തിയുമായിരിക്കും മറുകൂക്കിട്ടത്. അഖിലിന് അതോർത്തപ്പോൾ ചിരി വന്നു. അമ്മുവും ഒരു കുഞ്ഞി കൂവൽ കൂവി. അണക്കെട്ടിൻ്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു കിടക്കുകയാണ് നീലജലം. അകലെ മാനത്തെ നോക്കിക്കിടക്കുന്ന പച്ചമലകൾ. മുന്നിലായി വളഞ്ഞു കിടക്കുന്ന അണക്കെട്ടിൻ്റെ ചായം പൂശിയ ഭിത്തി. അതിനൊരു റോഡിനേക്കാൾ വീതിയുണ്ട്. നടന്നിട്ടും തീരാത്ത നീളമായിരുന്നു റാ പോലെ കിടന്ന അണക്കെട്ടിൻ്റെ ഭിത്തിക്ക്. അഖിലിനും അമ്മുവിനും ഒരുപാട് സന്തോഷമായി. ഏറെ നേരത്തിനു ശേഷം ബസ്സിറങ്ങിയ സ്ഥലത്തിനടുത്ത് അവർ തിരിച്ചെത്തി. കണ്ടു കഴിഞ്ഞില്ല, ഇനിയാണ് നമ്മൾ ശരിക്കും അണക്കെട്ടിനെ അറിയാൻ പോകുന്നത്. വരൂ. കുട്ടികൾ രാജൻ്റെ പിന്നാലെ ഉത്സാഹത്തിൽ നടന്നു. തീരെ പ്രതീക്ഷിക്കാത്ത ഒരിടത്തേക്കായിരുന്നു രാജൻ അവരെ നയിച്ചത്. അത് കുറവൻ മലയുടെയും കുറത്തിമലയുടെയും ഇടയ്ക്കുള്ള അണക്കെട്ടിൻ്റെ ചുവടുഭാഗമായിരുന്നു. രാജൻ ഭാര്യയെയും മക്കളെയും കൂട്ടി അങ്ങോട്ട് നടന്നു. അടുത്തെത്തും തോറും അണക്കെട്ടും ഇരുവശത്തുമുള്ള മലകളും വലുതായി വരുന്നതായി അഖിലിനും അമ്മുവിനും തോന്നി. അച്ഛാ, അങ്ങോട്ട് ഇനി പോകണോ? അമ്മ സംശയം പ്രകടിപ്പിച്ചു. രാജൻ അമ്മുവിൻ്റെ കൈ പിടിച്ചു. അപ്പോൾ അവൾക്ക് ധൈര്യം വന്നു. അഖിലിന് പേടിയുണ്ടായിരുന്നില്ല, മറിച്ച് വല്ലാത്ത ആവേശമുണ്ടായിരുന്നതാനും. അണക്കെട്ട് കെട്ടിപ്പൊക്കിയിരിക്കുന്ന മലകൾക്കിടയിലെ താഴ്വാരത്തിലേക്ക് അവരെത്തി. ഒരു വല്ലാത്ത തണുപ്പുണ്ടായിരുന്നു അവിടെ. കുറവൻ മലയും കുറത്തിമലയും കാത്തുവെക്കുന്ന അണക്കെട്ടിൻ്റെ യഥാർത്ഥ സൗന്ദര്യം അവരറിഞ്ഞത് താഴെ അണക്കെട്ടിനോട് ചേർന്ന് നിന്നപ്പോഴാണ്. എന്തൊരു ഉയരം! എത്രയെത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ. ശരിക്കും അത്ഭുതം തന്നെ. വി ആകൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ടിൻ്റെ ഏറ്റവും ചുവട്ടിലായി സിമന്റ് ബെഞ്ചുകൾ ക്രമീകരിച്ചിരുന്നു. ചെറിയൊരു ജലാശയം അവർ അവിടെ കണ്ടു. അവർ ചെന്ന് അണക്കെട്ടിൻ്റെ ഭിത്തിയിൽ തൊട്ടു. അതോടെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന ഭീതിയും മാഞ്ഞുപോയി. അണക്കെട്ട് അവർ 4 പേരെയും ചേർത്ത് പിടിക്കുന്നത് പോലെ രാജനും മക്കൾക്കും തോന്നി. ഇനി മുകളിലേക്ക് നോക്കൂ. അണക്കെട്ടിൻ്റെ ഭിത്തിയിൽ പുറം ചാരി നിന്ന ശേഷം രാജൻ എല്ലാവരോടുമായി പറഞ്ഞു. അയാൾ ആദ്യം മുകളിലേക്ക് തലപൊക്കി നോക്കി. പിന്നെ മറ്റുള്ളവരും. 4 തൊണ്ടകളിൽ നിന്നും വിസ്മയ ശബ്ദമുയർന്നു. നീലാകാശത്തിനു താഴെ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ 4 പേരുടെയും തലയ്ക്കുമീതെ മറപിടിച്ചിരിക്കുകയായിരുന്നു. ഇരുവശത്തേക്കും താഴെ നിന്നും മുകളിലേക്കും വളവുള്ള രീതിയിലാണല്ലോ അണക്കെട്ട് പണിതുയർത്തിയിരിക്കുന്നത്. അത് ശരിക്കും കാണാൻ അങ്ങനെ ഏറ്റവും ചുവട്ടിൽ പോയി നിൽക്കുക തന്നെ വേണം. അഖിലും അമ്മുവും കണ്ണുകളടച്ചു. അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി. അമ്മയെപ്പോലെ കാതുകളിൽ പ്രപഞ്ചത്തിൻ്റെ ഇരമ്പം അവരറിഞ്ഞു. അവർക്ക് ആദ്യം തോന്നിയിരുന്ന ഭയം ശരിക്കും മാറിപ്പോയി. അണക്കെട്ടമ്മേ, അഖിലാണ് ആദ്യം അങ്ങനെ വിളിച്ചത്. പിന്നെ ഏട്ടനെ അനുകരിച്ചുകൊണ്ട് അമ്മുവും. ഇതാണ് നമ്മുടെ നാട്ടിലെ, രാജൻ പറയാൻ തുടങ്ങി, താജ്മഹൽ. കുട്ടികൾ പൂരിപ്പിച്ചു. രാജനും ഭാര്യയും ചിരിച്ചു. എഴുതിയത് സുസ്മേഷ് ചന്ദ്രോത്ത് എന്ന എഴുത്തുകാരനാണ് കേട്ടോ. അപ്പോൾ കഥ മനസ്സിലായല്ലോ മക്കൾക്ക്. ഇടുക്കി അണക്കെട്ടിനെ കുറിച്ചുള്ള ചെറിയൊരു വർണ്ണ വിവരണം കൂടെയാണല്ലേ ഈ കഥ. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ഉറക്കെ വായിക്കാം. ഓരോരുത്തരും ഇഷ്ടപ്പെട്ട ഭാഗം ഉറക്കെ വായിക്കൂ. ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും പറയണേ. നോക്കിക്കേ, എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് ഏതാണ്? അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിൻ്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി, അമ്മയെപ്പോലെ. ഈ ഭാഗമാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടത്. ഇനി ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണ്? എനിക്ക് ഈ വരികളാണ് ഏറ്റവും ഇഷ്ടമായത്. കാരണം ഈ വരികളിൽ അണക്കെട്ടിനെ അമ്മയോടാണ് ഉപമിക്കുന്നത്. അണക്കെട്ടിനോട് ചേർന്ന് നിൽക്കുന്നത് അമ്മയുടെ മാറോട് ചേരുന്ന പോലെയാണ്. അമ്മയെ കെട്ടിപ്പിടിക്കുമ്പോഴുള്ള സ്നേഹവും വാത്സല്യവും കുട്ടികൾക്ക് അണക്കെട്ടിനോട് ചേർന്നപ്പോഴും കിട്ടി. മാത്രമല്ല അമ്മയോടൊപ്പം ഉണ്ടാകുമ്പോഴുള്ള ആനന്ദവും ലഭിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഭാഗവും അതിനുള്ള കാരണവും കൂടെ എഴുതി ചേർക്കുക. അടുത്ത ചോദ്യം നോക്കൂ. യാത്രാനുഭവം. യാത്രകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ ഒരുക്കങ്ങളും അനുഭവങ്ങളും കൂട്ടുകാരുമായി പങ്കുവെക്കൂ. യാത്രാനുഭവം എഴുതുമ്പോൾ ഒരു തലക്കെട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. സഞ്ചാരികളുടെ പറുദീസ. ഈ വർഷത്തെ ഞങ്ങളുടെ അവധിക്കാലം വളരെ പ്രിയപ്പെട്ടതായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങളെല്ലാവരും കൂടി ഒരു യാത്ര പോയി.
എല്ലാ വർഷവും പറയുന്ന പോലെ അച്ഛൻ ഇതും ഞങ്ങളോട് വെറുതെ പറയുന്നതാണെന്ന് കരുതിയ ഞങ്ങൾ ശരിക്കും വിഡ്ഢികളായി മാറിയ നിമിഷം. വല്ലാത്തൊരനുഭൂതിയായിരുന്നു അത്. അച്ഛൻ പെട്ടെന്നായിരുന്നു അത് പറഞ്ഞത്. മക്കൾക്ക് വയനാട് കാണണോ? ഞങ്ങൾ ഒരേ സ്വരത്തിൽ വേണമെന്ന് പറഞ്ഞു. അച്ഛൻ ഞങ്ങളോട് റെഡിയാവാൻ പറഞ്ഞു. വണ്ടി വിളിക്കാൻ പോയി. അച്ഛൻ വണ്ടിയുമായി തിരിച്ചു വന്നപ്പോഴും ഞങ്ങൾ ഒരുങ്ങാതെ നിൽക്കുന്നത് കണ്ട് അച്ഛൻ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രാവശ്യം എൻ്റെ മക്കൾക്ക് ശരിക്കും അച്ഛൻ വയനാട് കാണിച്ചു തരാം. ഞാനും അനിയത്തിയും സന്തോഷത്തോടെ ഒരുങ്ങി വന്നു. അങ്ങനെ ഞാനും അനിയത്തിയും അമ്മയും അച്ഛനും കൂടി യാത്ര തിരിച്ചു. ഒരുപാട് മണിക്കൂറുകളുടെ യാത്രക്കൊടുവിൽ അച്ഛൻ പറഞ്ഞു വയനാട് എത്തിയെന്ന്. ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തെ സ്വർഗതുല്യമാക്കുന്നതിൽ വയനാടിനുള്ള പങ്ക് വളരെ വലുതായിരുന്നു. ഇരുഭാഗങ്ങളിലും പച്ച പരവതാനികൾ വിരിച്ച വഴിയിലൂടെ യാത്ര പോകുമ്പോൾ ശുദ്ധമായ വായു ശ്വസിക്കാനാകുമായിരുന്നു. ആ പച്ചപ്പ് കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമ നൽകി. വയനാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ. ബാണാസുരമലയും എടക്കൽ ഗുഹയും പൂക്കോട് തടാകവുമെല്ലാം അതിൽ ചിലത്. ചുരം കയറുന്ന സമയത്ത് ഞങ്ങൾ ഒരുപാട് വന്യജീവികളെ കണ്ടു. ഇടതൂർന്ന വനങ്ങളും മലകളും ചുറ്റും കാണപ്പെടുന്ന പൂക്കോട് തടാകത്തിലേക്കാണ് ഞങ്ങൾ പോയത്. ചുറ്റും നടക്കുവാനായി നടപ്പാത ഒരുക്കിയിട്ടുണ്ട്. തടാകത്തിൽ ചുറ്റി സഞ്ചരിക്കാനായി പെഡൽ ബോട്ടുകളുമുണ്ട്. ഞങ്ങൾ 4 പേരും അതിൽ കയറി കുറച്ചു നേരം യാത്ര ചെയ്തു. തടാകത്തിൽ നിറയെ നീല നിറത്തിലുള്ള ആമ്പലുകൾ നിറഞ്ഞിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നീല ആമ്പൽ കാണുന്നത്. ഒട്ടേറെ വൈവിധ്യങ്ങൾ നിറഞ്ഞ വയനാട്ടിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഞങ്ങൾക്ക് മനസ്സ് വന്നതേയില്ല. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ ഞങ്ങൾ തിരിച്ചു. പോകും വഴി അടുത്ത അവധിക്കാലത്തും വയനാട്ടിലേക്ക് തന്നെ വരാം എന്ന് അച്ഛനോട് പറഞ്ഞു. ഒപ്പം കേരളത്തിൽ ഇതുപോലെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ഒരുപാട് ജനങ്ങളും വയനാടുകളും ഉണ്ടാവട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇനി അടുത്ത ചോദ്യം നോക്കൂ. വാക്കുകളുടെ ലോകം. പ്രകൃതി സൗന്ദര്യം, പ്രകൃതിയുടെ സൗന്ദര്യം. കച്ചവടക്കാരുടെ സംഘം, കച്ചവട സംഘം. പദങ്ങൾ പിരിയുമ്പോഴും കൂടിച്ചേരുമ്പോഴുമുള്ള മാറ്റങ്ങൾ കണ്ടില്ലേ? ഈ പാഠത്തിൽ ഇങ്ങനെയുള്ള ധാരാളം വാക്കുകളുണ്ട്. അവ കണ്ടെത്തി മുകളിൽ കൊടുത്തതുപോലെ പിരിച്ചും ചേർത്തും എഴുതി വയ്ക്കൂ. വേനൽ പൂട്ട്, വേനലിലെ പൂട്ട്. വേനലവധി, വേനലിലെ അവധി. വിനോദയാത്ര, വിനോദത്തിന് വേണ്ടിയുള്ള യാത്ര. കരിമ്പാറ മലകൾക്കിടയിൽ, കരിമ്പാറ മലകളുടെ ഇടയിൽ. വിസ്മയ ശബ്ദം, വിസ്മയമായ ശബ്ദം. സർപ്പശിരസ്, സർപ്പത്തിൻ്റെ ശിരസ്. അടുത്ത ചോദ്യം നോക്കൂ. പുഴകൾ, മലകൾ, പൂവനങ്ങൾ. ചുറ്റും ധാരാളം പച്ചമലകൾ തലപൊക്കിയ താഴ്വാരമാണ് ആ പ്രദേശം. ഇതുപോലെ വാക്കുകൾ കൊണ്ട് വരച്ചിട്ട കാഴ്ചകൾ ഈ പാഠഭാഗത്തിലുടനീളമുണ്ട്. അവ കണ്ടെത്തി ഉറക്കെ വായിക്കൂ. സ്കൂൾ പരിസരത്തും വീടിനടുത്തുമുള്ള ചില കാഴ്ചകളെ ഇങ്ങനെ എഴുതാൻ ശ്രമിക്കൂ. പാറ വെട്ടിയുണ്ടാക്കിയ ഒരു പാത. പാറയിൽ നിന്ന് ഉറവ വെള്ളം ഒഴുകുന്നത്. 2 കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി. അണക്കെട്ടിൻ്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന നീലജലം. മാനത്തെ നോക്കിക്കിടക്കുന്ന പച്ചമലകൾ. വി ആകൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ട്. അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ 4 പേരുടെയും തലയ്ക്കുമീതെ മറ പിടിച്ചിരിക്കുകയായിരുന്നു. ഇതെല്ലാം ഈ പാഠഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ചില കാഴ്ചകളാണ്. അടുത്ത ചോദ്യം നോക്കൂ. പേരും പ്രവൃത്തിയും. രാജൻ വളരെ നേരം ആലോചിച്ചു. വേനലവധിക്ക് വിദ്യാലയം അടയ്ക്കും. അമ്മ പുഞ്ചിരി തൂകുന്നു. പേരെന്ന് വെച്ചാൽ നാമം, പ്രവൃത്തി എന്ന് വെച്ചാൽ ക്രിയ. ഇതിൽ 2ലെയും ഇത് 3ലെയുള്ള പേരും പ്രവൃത്തിയും അഥവാ നാമവും ക്രിയയും നോക്കൂ. ഒന്നാമത്തേതിൽ നാമം രാജനാണ്, പ്രവൃത്തി ആലോചിച്ചു എന്നുള്ളതാണ്. അതായത് നാമം എന്ന് പറയുമ്പോൾ പേരാണ്, പ്രവൃത്തി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തേതിൽ നാമം അഥവാ പേര് എന്ന് പറയുന്നത് വിദ്യാലയമാണ്, പ്രവൃത്തി അഥവാ ക്രിയ എന്ന് പറയുന്നത് അടയ്ക്കും എന്നാണ്. മൂന്നാമത്തേതിൽ നാമം അമ്മയാണ്, പ്രവൃത്തി അഥവാ ക്രിയ എന്ന് പറയുന്നത് പുഞ്ചിരി തൂകുന്നു എന്നതാണ്. ഇനി ഇതുപോലെ പാഠഭാഗം വായിച്ച് താഴെ കൊടുത്ത പദസൂര്യൻ പൂർത്തീകരിക്കുക. പേരിൻ്റെയും ക്രിയയുടെയും പദസൂര്യനാണ്. പാഠഭാഗത്തിലുള്ള പേരുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. രാജൻ, അമ്മ, അമ്മു, അഖിൽ, ഇടുക്കി, തെങ്ങ്. ഇതെല്ലാം ഏതാനും പേരുകളാണ്. ഇനി പാഠത്തിലുള്ള പ്രവൃത്തി അഥവാ ക്രിയകൾ നോക്കാം. 1 ചോദിച്ചു, പിന്നെയോ പറഞ്ഞു, ചിരിച്ചു, പോകുന്നു, വിളിച്ചു, സമ്പാദിച്ചു. ഇതൊക്കെ ഏതാനും ക്രിയകളാണ്. ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഈ ചൊല്ലിൻ്റെ ആശയം എന്താണ്? ക്ലാസ്സിൽ ചർച്ച ചെയ്യുക. നമുക്ക് തൊട്ടടുത്തുള്ളതിനെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളതിനെ പൊതുവെ നമ്മൾ വില കൊടുക്കാറില്ല. പക്ഷേ നമ്മൾക്ക് എത്തിപ്പെടാത്ത കാര്യങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യവും നൽകും.
നമ്മുടെ കഥയിൽ തന്നെ അഖിലിന് ആഗ്രയിലുള്ള താജ്മഹൽ കാണാനായിരുന്നു മോഹം. പക്ഷേ തൊട്ടടുത്തുള്ള പ്രകൃതി മനോഹരമായ ഇടുക്കി ഡാമിനെ കുറിച്ച് അവൻ ഓർക്കുന്നേയില്ലായിരുന്നു. അടുത്തുള്ളതിൻ്റെ പ്രാധാന്യവും വിലയും നമ്മൾ അറിയാൻ ശ്രമിക്കാറില്ല എന്നതാണ് ഈ പഴഞ്ചൊല്ലിൻ്റെ ആശയം. ഇതിൽ തന്നെയുള്ള മറ്റൊരു ചോദ്യം നോക്കിക്കേ. അമ്മുവിനും അഖിലിനും താജ്മഹൽ കാണാൻ കഴിഞ്ഞില്ല. ഏറെ ദൂരത്തേക്ക് പോകാനുള്ള പണവും സാഹചര്യവും ഇല്ലായിരുന്നു. എന്നാൽ സ്വന്തം നാട്ടിൽ ഹൃദ്യമായ അനുഭവമാണ് അവർക്ക് ലഭിച്ചത്. നിങ്ങളുടെ നാട്ടിലുമില്ലേ ഇതുപോലെ മനോഹരമായ പ്രദേശങ്ങൾ? മാതാപിതാക്കളോടൊപ്പം അവിടം സന്ദർശിച്ച് അനുഭവം ക്ലാസ്സിൽ പങ്കുവയ്ക്കൂ, നോട്ട് പുസ്തകത്തിൽ എഴുതൂ. ഇത് ഓരോരുത്തരും ഒറ്റയ്ക്ക് എഴുതേണ്ട പ്രവർത്തനമാണ്. കാരണം ഓരോരുത്തരുടെ നാട്ടിലും വ്യത്യസ്തമായിരിക്കുമല്ലോ കാഴ്ചകൾ. അപ്പോൾ നിങ്ങളുടെ നാട്ടിലുള്ള പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു വിനോദ സഞ്ചാര കേന്ദ്രമോ എന്തിനെങ്കിലും കുറിച്ച് നിങ്ങൾ വേണം എഴുതാൻ. കാശ്മീർ കാഴ്ചകൾ. മഞ്ഞിൻ തൊപ്പിയിട്ട മരത്തിൻ്റെ പച്ചയുടുപ്പിട്ട അരുവി കൊണ്ടരഞ്ഞാണമിട്ട പൂക്കളാൽ വിരിപ്പിട്ട കാശ്മീരെ നിന്നെ ഞാനൊന്നുമ്മ വച്ചോട്ടെ. ഒരു കൂട്ടുകാരി കാശ്മീർ കണ്ട ദിവസം എഴുതിയ ഡയറിക്കുറിപ്പിലെ വാക്യങ്ങളാണിത്. ഈ കുറിപ്പിൽ കാശ്മീരിൻ്റെ ഒരു ചിത്രം കാണുന്നില്ലേ? കാശ്മീരിനെ ഉമ്മ വയ്ക്കാൻ കുട്ടി ആഗ്രഹിച്ചത് എന്തുകൊണ്ടാവും? ഉത്തരം, മഞ്ഞു മൂടിയ മരങ്ങളും അരുവികളും പൂക്കളും നിറഞ്ഞു നിൽക്കുന്ന കാശ്മീരിൻ്റെ സൗന്ദര്യമാണ് കുട്ടിയെ കാശ്മീരിന് ഉമ്മ വയ്ക്കാൻ ആഗ്രഹിപ്പിച്ചത്. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് ഇടുക്കിയുടെ താജ്മഹൽ എന്നുള്ള ഈ പാഠത്തിൽ ചെയ്യാനായിട്ടുള്ളത്. ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. മറ്റു വിഷയങ്ങളുടെ വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത്. അതുപോലെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്